ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൗരന്മാരായി കണക്കാക്കാൻ പറ്റില്ലെന്ന് ആര് പ്രഖ്യാപിച്ചാലും അത് നടപ്പാക്കാൻ സൗകര്യപ്പെടില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കലാണ്. ഇത് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു തീരുമാനമെടുക്കാമോ എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമെല്ലാം രൂപീകരിക്കുന്നതും നിലനിൽക്കുന്നതും പൗരത്വ നിയമങ്ങളെല്ലാം ഉണ്ടായതും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളോടാണ് സർക്കാരിന്റെ പ്രതിബദ്ധത. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അട്ടിമറിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമല്ല, അതിനോടുള്ള കൂറു പുലർത്തലാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധത ഭരണഘടനയോടാണ്, അല്ലാതെ RSSനെ പോലുള്ളവർ സൃഷ്ടിക്കുന്ന അജണ്ടകളോടല്ല എന്ന് വ്യക്തമാക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ പൗരത്വം എന്ന പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു. ഭരണഘടനയുടെ 5(6) അനുച്ഛേദത്തിലാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ പൗരത്വ പ്രശ്നം ചർച്ച ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലെ ചർച്ചയിൽ ഇക്കാര്യം വിശദമാക്കുന്നുമുണ്ട്. അതെവിടെയും മതപരമായ വിവേചനത്തെ പറ്റിയുള്ള സൂചന പോലും നൽകുന്നില്ല. രാജ്യത്തിനോട് കൂറു പുലർത്താൻ തയ്യാറുള്ള ജനങ്ങളെ പൗരത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാഴ്ചപ്പാടാണ് അവിടെ ചർച്ച ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയിൽ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് 1955 പൗരത്വ നിയമവും രാജ്യത്തുണ്ടായി. ചുരുക്കത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഭരണഘടന സ്വാംശീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വ നിയമം ഉൾപ്പെടെ രാജ്യത്ത് നിലവിൽ വരികയാണ് ചെയ്തത്. പിൽക്കാലത്ത് ചില ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. 1985, 2004, 2005 ഇത്രയും ഭേദഗതികളാണ് ഇതിലുണ്ടായത്. 1985 അസാം അക്കോർഡിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്താനാണ് ഭേദഗതി ഉണ്ടായത്. 2004 ഭേദഗതി ചെയ്തത് വിദേശികൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാലാവധി പുതുക്കി നിശ്ചയിക്കാനായിരുന്നു. 2005 ഭേദഗതി ഇന്ത്യൻ വംശജരായ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ നൽകുന്നതിനുമായിരുന്നു. ഇതിൽ നാം ഓർക്കേണ്ട കാര്യം, ഈ ഭേദഗതികളിൽ ഒന്നും തന്നെ മതപരമായ വിവേചനത്തിന്റെ ലാഞ്ചനയോ മൌലികാവകാശം ലംഘിക്കുന്നതായ യാതൊരു കാഴ്ചപ്പാടോ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ ഭേദഗതികൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇന്ന് രാജ്യവ്യാപകമായി കാണുന്ന തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല എന്നത് നാം കാണേണ്ടതാണ്. ഇപ്പോ പൗരത്വ ഭേദഗതി നിയമം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിരപേക്ഷതയെയും വ്യക്തിയുടെ മൌലികാവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത്.
ഭരണഘടനാ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയ പൗരത്വ നിയമത്തെ അട്ടിമറിക്കുന്ന പ്രശ്നമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. പുതിയ പൗരത്വ ഭേദഗതി നിയമം പരിശോധിച്ചാൽ ഇത് പൂർണ്ണമായും വ്യക്തമാകും. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന 2014 ഡിസംബർ 31 മുൻപ് വന്ന ഹിന്ദു, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന, ക്രൈസ്തവ മതങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുമെന്നാണ് പുതിയ ഭേദഗതിയിലെ പ്രധാന ശുപാർശ. മാത്രമല്ല, നിലവിലെ 11 വർഷത്തിന് പകരം 5 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ച ഈ വിഭാഗക്കാർക്ക് പൗരത്വം നൽകുമെന്നാണ് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മുസ്ലിം ജനവിഭാഗത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതാണ് ഗൌരവതരമായ പ്രശ്നവും. അയൽ രാജ്യങ്ങൾ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇന്ത്യയുമായി അതിര് പങ്കിടുന്ന മ്യാൻമാറിനെയും ശ്രീലങ്കയെയും ഭൂട്ടാനെയും നേപ്പാളിനെയും ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ അജണ്ട സ്ഥാപിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ചരിത്രപരമായി ഇന്ത്യയുമായി ആധുനിക കാലത്ത് അതിർത്തി പങ്കിടുന്നതും ഇടപെടുന്നതും ശ്രീലങ്കയും മ്യാൻമാറും ഭൂട്ടാനും നേപ്പാളുമൊക്കെയാണ്. അങ്ങനെ ഇരിക്കെ അവയെല്ലാം മാറ്റി നിർത്തി അഫ്ഗാനെ പ്രതിഷ്ഠിച്ചത് ചരിത്രപരമായും സാങ്കേതികമായും അംഗീകരിക്കാനാവുന്ന പ്രശ്നവുമല്ല. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു വേർതിരിവും ഭരണഘടന അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള യുക്തിരഹിതമായ ഈ വേർതിരിക്കൽ ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ശിലക്കെതിരായി അതിൽ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന് അധികാരമില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നേരത്തെ തന്നെ വിധിച്ചിട്ടുള്ളതാണ്. ഇതാണ് വസ്തുത എന്നിരിക്കെ ഇപ്പോൾ പുറപ്പെടുവിച്ച ഭേദഗതി നിയമം പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണ്. പൗരന്മാരും അല്ലാത്തവരുമായി ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും തുല്യത ഉറപ്പുവരുത്തുന്നതാണ് ഭരണഘടനയുടെ അനുച്ഛേദം 14. ഇതും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശരിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 13 പ്രകാരം മൌലികാവകാശങ്ങൾക്കെതിരായ ഏത് നിയമവും അസാധുവാണ്. പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമായി തീരുമ്പോഴാണ് ആ രാജ്യം മതരാഷ്ട്രമായി മാറുന്നത്. പൗരത്വം എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കുമായി നൽകുമ്പോഴാണ് മതനിരപേക്ഷ രാഷ്ട്രമായി ഒരു രാജ്യം മാറുന്നത്.
മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ മതത്തിന്റെ പേരിലുള്ള പൌരത്വ നിശ്ചയത്തെ ഇല്ലാതാക്കിയേ പറ്റൂ. ലോകത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉന്നതാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് മതേതര രാഷ്ട്രങ്ങളിലാണ് എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. അടിച്ചമർത്തലിന്റെ പേര് പറഞ്ഞാണ് ഈ നിയമം അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഏറ്റവും വലിയ അടിച്ചമർത്തലിന് വിധേയമായ ജനവിഭാഗങ്ങളെ ഇവർ ബോധപൂർവം വിസ്മരിച്ചിരിക്കുന്നു, വിട്ടുകളഞ്ഞിരിക്കുന്നു. ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ 73,000-ഓളം ആളുകളുണ്ട്. അവരെപ്പറ്റി മിണ്ടാട്ടമേയില്ല. മ്യാൻമാറിൽ നിന്ന് പുറത്താക്കപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പോലുള്ള വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നത് ഗൌരവമായി ഉയർന്നു വരികയാണ്. അടിച്ചമർത്തപ്പെട്ടത് എന്ന പുറം മോടി പ്രദർശിപ്പിച്ചുകൊണ്ട് ആർഎസ്എസിന്റെ അജണ്ട നടപ്പാക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണിത്. നേരത്തെ നടത്തിയ ഇടപെടലുകൾ നാം ഓർക്കണം. അപ്പോഴാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. മുത്തലാഖിന്റെ പ്രശ്നം വന്നപ്പോൾ മുസ്ലിം വിഭാഗത്തിന്റെ മാത്രം വിവാഹമോചന പ്രശ്നങ്ങളിൽ ക്രിമിനൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് വിവേചനം കാണിക്കുകയുണ്ടായി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങൾക്ക് സവിശേഷ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ജമ്മുകാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയ 370-ാം വകുപ്പ് എടുത്തു മാറ്റുകയുണ്ടായി. ഇതിന്റെയെല്ലാം തുടർച്ചയാണ് പൌരത്വ പ്രശ്നം എന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൂരവ്യാപകമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്, തുടർച്ചയാണ് ഇത് എന്ന് വ്യക്തമാവുക. 1951 അഭയാർത്ഥികൾക്കായുള്ള UN കൺവെൻഷനും 1967 പ്രോട്ടോകോളിനും എതിരായുള്ള നിയമമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ ഈ നിയമത്തിനെതിരെ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും അതേ പാതയിലാണ്. ലോക ജനതയിൽ നിന്ന് ആധുനിക ജീവിത മൂല്യങ്ങളിൽ മാറി നിൽക്കുന്ന ഇത്തരം നയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെ തന്നെ ദുർബലപ്പെടുത്താൻ മാത്രമേ ഉതകുകയുള്ളൂ. പൌരത്വ നിയമത്തിനെതിരെ നമ്മുടെ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ നാട് കേരളം ശക്തമായി പ്രതികരിക്കുകയാണ്. മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന മുന്നേറ്റത്തിന്റെ മഹത്തായ പാരമ്പര്യം നമുക്കുണ്ട്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമ്മുടെ കാഴ്ചകളിൽ വെളിച്ചമായുമുണ്ട്. കർഷക തൊഴിലാളി പ്രസ്ഥാനം നടത്തിയ ഇടപെടലുകളിലൂടെ പാവപ്പെട്ട ജനതയുടെ ഉൾക്കനമേറിയ രാഷ്ട്രീയവും കൈമുതലായ സംസ്ഥാനമാണ് നമ്മുടേത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയും സംസ്കാരത്തെയും ഇരുകൈയും കൂട്ടി സ്വീകരിച്ചതാണ് നമ്മുടെ പാരമ്പര്യം. ഇന്ത്യയിലെ
ആദ്യകാല മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളുണ്ടായത് ഈ കേരളത്തിലാണ്. വ്യത്യസ്ത മതത്തെയും സംസ്കാരത്തെയും ഇരു കൈയും കൂട്ടി നമ്മുടെ സംസ്കാരത്തിലേക്ക് അകമേവ സ്വീകരിച്ചവരാണ് കേരളീയർ. വൈദേശിക ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിന് കൈമേയ് മറന്ന് പൊരുതിയതും ഇത്തരം ഐക്യനിര തന്നെ. കുഞ്ഞാലി മരക്കാരും പഴശ്ശിരാജാവും പൊരുതിയ ചരിത്രം കേരളത്തിന് അവകാശപ്പെട്ടതാണ്. ഈ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൌരന്മാരായി കണക്കാക്കാൻ പറ്റില്ലെന്ന് ആര് പ്രഖ്യാപിച്ചാലും അത് നടപ്പാക്കാൻ സൗകര്യപ്പെടില്ല എന്ന പ്രഖ്യാപനം നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കലാണ്. ഇത് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു തീരുമാനമെടുക്കാമോ എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമെല്ലാം രൂപീകരിക്കുന്നതും നിലനിൽക്കുന്നതും പൌരത്വ നിയമങ്ങളെല്ലാം ഉണ്ടായതും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളോടാണ് സർക്കാരിന്റെ പ്രതിബദ്ധത. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അട്ടിമറിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതുന്നത് സത്യപ്രതിജ്ഞാലംഘനമല്ല, അതിനോടുള്ള കൂറുപുലർത്തലാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധത ഭരണഘടനയോടാണ്, അല്ലാതെ ആർഎസ്എസിനെ പോലുള്ളവർ സൃഷ്ടിക്കുന്ന അജണ്ടകളോടല്ല എന്ന് വ്യക്തമാക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പൌരത്വ ഭേദഗതിയുടെ തുടർച്ചയായി പൌരത്വ രജിസ്റ്റർ നടപ്പിലാക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത്. പൌരത്വ രജിസ്റ്റർ പൂരിപ്പിക്കാൻ പറയുമ്പോൾ ഇന്ത്യക്കാർ തന്നെ അവരുടെ ഇന്ത്യൻ പൌരത്വം തെളിയിക്കണമെന്ന നിലവരും. അതിന് ഇപ്പോഴുള്ള രേഖകൾ പോരാ. മാതാപിതാക്കളുടെയും അതിനു മുൻപുണ്ടായിരുന്നവരുടെയും ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. അത് വൻപിച്ച സാമൂഹ്യ പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ അത്തരം രീതികൾ നടപ്പിലാക്കാനുമാവില്ല. പൌരത്വ പ്രശ്നം ഏതെങ്കിലും മതവിഭാഗത്തിന്റെ പ്രശ്നമായി ചുരുക്കിക്കാണുന്നവർ മഹത്തായ മുന്നേറ്റങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് സഹായകമാവുന്ന മുദ്രാവാക്യങ്ങളാണ് ഒരുക്കുന്നത്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പരവതാനി വിരിക്കുന്ന ഒന്നും നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശയക്കാരെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും കഴിയേണ്ടതുണ്ട്. നാം ഇന്ത്യക്കാരാണ് എന്ന പ്രാഥമിക പൌരബോധം ഉറപ്പിക്കാനുതകുന്ന ഘടന രൂപപ്പെടുത്തുക എന്നതാണ് പൌരത്വ നിയമത്തിന്റെ അടിസ്ഥാനമായി തീരേണ്ടത്. അതിനു പകരം ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചിന്തിപ്പിക്കാനുതകുന്ന പൌരത്വ നിയമങ്ങൾ രാഷ്ട്രത്തെ ദുർബലപ്പെടുത്താനേ സഹായിക്കൂ. മതനിരപേക്ഷതയെയും ഫെഡറൽ ഘടനയെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താനാവുകയുള്ളൂ. അതിനെ തകർക്കുന്ന ഏതൊരു നീക്കവും രാഷ്ട്രത്തെ തന്നെ ദുർബലമാക്കുമെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ
കൂട്ടായ്മ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനുള്ളതാണ്. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ഏറെ ദുരിതപൂർണമായി മാറിയ ഘട്ടമാണിത്. വിലക്കയറ്റം രൂക്ഷമായിരിക്കുന്നു. കർഷക ആത്മഹത്യ പെരുകുന്നു. വ്യവസായ വളർച്ച കൂപ്പുകുത്തിയിരിക്കുന്നു. ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ചയും പുറകോട്ടാണ്. തൊഴിലില്ലായ്മ മുൻപൊരു കാലത്തുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലച്ചും റിസർവ് ബാങ്കിന്റെ കരുതൽ ധനശേഖരത്തിൽ കൈയിട്ട് വാരുകയും ചെയ്യുന്ന സ്ഥിതി വരെ നമ്മുടെ സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നമ്മുടെ നാട് വൻപിച്ച സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് ലോക ഏജൻസികൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. 70 വർഷത്തിനിടയിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് ആശ്വാസം പകരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതിനു പകരം ജനങ്ങളെ ഭിന്നിപ്പിച്ച് കോർപ്പറേറ്റ് അജണ്ടകൾ കൊണ്ടുവരാനുള്ള നീക്കം ആണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നാം കാണണം. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടും ഇവയ്ക്കെതിരായി ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പോരാട്ടവും നടത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനാവൂ. ജനകീയ മുന്നേറ്റങ്ങളുടെ അലമാലകൾ സൃഷ്ടിച്ച് മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാനാവുമെന്ന് ലോകത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ജനാധിപത്യ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ ഇത്തരം ശക്തികൾ മുട്ടുകുത്തിയ ചരിത്രമാണ് ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പോരാട്ടങ്ങൾക്ക് ആ ചിത്രം കരുത്തു പകരുകയാണ്. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഈ ഇടപെടൽ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ദേശീയ ഐക്യത്തെ സംരക്ഷിക്കാനുമുള്ളതാണ്. രാജ്യസംരക്ഷണത്തിനായുള്ള ഈയൊരു സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. രാജ്യമാകെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾക്ക് നാം കേരളം പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.